Anywhere you go, anywhere you go, you belong. ലെസ്റ്റർ ഹസി സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു തായ്വാൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ദ ബ്രിഡ്ജ് കേഴ്സ് റിച്വൽ. ഇതൊരു കളിയാണ്. ആ കളി മനുഷ്യരുടെ ഇടയിലല്ല, പ്രേതത്തിന് മുന്നിലാണ്. പ്രേതവുമായുള്ള ഈ മരണക്കളിക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. നായികയ്ക്ക് പ്രേതവുമായുള്ള കളിയിൽ വിജയിക്കാൻ പറ്റുമോ? എന്തിനാണ് ഈ കളി? കളിയുടെ അവസാനം എന്താണ് എന്നൊക്കെ കളിച്ച് കാണിച്ചു തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 2016 കായി എന്നൊരുത്തൻ ഒരു അമാനുഷികത നിറഞ്ഞ കെട്ടിടത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആ കെട്ടിടത്തെക്കുറിച്ച് ചുറ്റുപാടിലുള്ളവരോട് ചോദിക്കുമ്പോൾ അതൊരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ സ്ട്രക്ചറിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ചില ആഭിചാരം കൂടോത്രം ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനാൽ പലതരത്തിലുള്ള കൊടൂര പ്രേതാത്മകൾ സ്കൂളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അതേപോലെ പ്രേതങ്ങൾ ആ ബിൽഡിങ്ങിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് വരാറില്ല. ഒരു ഡാൻസർ കയ്യും കാലും ഒക്കെ ഉടഞ്ഞ് കൊടൂരമായി മരിച്ചിട്ടുണ്ട്. അതേപോലെ ബിൽഡിങ്ങിൽ ഒരു ശപിക്കപ്പെട്ട ലിഫ്റ്റ് കൂടിയുണ്ട്. ആ ലിഫ്റ്റിനകത്ത് കൂടി പോയവരെ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. അവർ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. എന്നാൽ മന്ത്രവാദി പറയുന്നത് ലിഫ്റ്റിനകത്ത് പോയവർ വേറെ ഒരു ഡയമെൻഷനിൽ, അതായത് പ്രേതലോകത്ത് പോയി എന്നാണ്. ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ സ്കൂളും പരിസരവും ഒക്കെ വീഡിയോ എടുത്ത് കായ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ സ്കൂളിൽ പ്രേതം ഉണ്ടോ, ആ ലിഫ്റ്റിൽ കയറി പോയാൽ പ്രേതലോകത്ത് എത്തുമോ എന്നൊക്കെ അറിയാൻ പ്ലാൻ ചെയ്യുകയാണ്. ലിഫ്റ്റിലേക്ക് പോകേണ്ട ചില രീതികളുണ്ട്. അത് അനുസരിച്ച് പോയാൽ മാത്രമേ പ്രേതലോകത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ആദ്യം സ്കൂളിലെ എല്ലാ ഇലക്ട്രിസിറ്റി പവറും ഓഫ് ചെയ്ത് വിളക്ക് കത്തിച്ച് ഓപ്പോസിറ്റ് വെച്ച് ആ വിളക്കിലേക്ക് കൈമുറിച്ച് രക്തമുറ്റിക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം വിളക്ക് ഒരിക്കലും ഒരിടത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാനിടയാൽ ജീവൻ തന്നെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിളക്ക് എടുത്ത് ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് പെട്ടെന്ന് നിർത്താനുള്ള എമർജൻസി ബട്ടൺ പ്രസ് ചെയ്ത് 614253 എന്ന നമ്പർ അമർത്തുകയാണ്. പെട്ടെന്ന് ചുറ്റിലും അമാനുഷിക കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. എന്തോ ഒന്ന് ലിഫ്റ്റിന് പുറത്ത് നിൽക്കുന്നത് കണ്ട് പുറത്തിറങ്ങി നോക്കി ആ കൊടൂര രൂപത്തെ കണ്ട് പേടിച്ച് തിരിഞ്ഞ് ലിഫ്റ്റിൽ കയറിയെങ്കിലും ആ കൊടൂര രൂപം കായിയെ കാലുവാരിക്കൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ലിഫ്റ്റിൽ നിന്നും കിട്ടിയ CCTV ഫൂട്ടേജ് വെച്ച് കായ്ക്കുണ്ടായ അപകടം ഒരു വാർത്തയായി നാടെങ്ങും പടരാൻ തുടങ്ങി. അതായത് അമാനുഷികത നിറഞ്ഞ ബിൽഡിങ്ങിലേക്ക് വീഡിയോ എടുക്കാൻ പോയ യൂട്യൂബർ പ്രേതത്തെ കണ്ട് കോമയിലായി എന്നാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ആ ഒരു സംഭവം നടന്നത് 2016 ഇപ്പോൾ 2019 ടിങ് എന്നൊരു പെൺകുട്ടിയെ കാണാം. വീട് പോയി ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡെലിവറി ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ പോകുന്ന സ്ഥലം തുടക്കത്തിൽ കണ്ട ആ അമാനുഷികത നിറഞ്ഞ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ 5 കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. ഇവരൊക്കെ തുടക്കത്തിൽ പ്രേതം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ലിഫ്റ്റിൽ കയറിയ ശേഷം കോമയിലായ കായയുടെ ഗ്യാങ് ആണ്. ഇവർക്ക് ഫുഡ് ഡെലിവറി ചെയ്യാനാണ് ടിങ് വന്നിരിക്കുന്നത്. ഫുഡ് ഡെലിവറി ചെയ്തിട്ട് പോകാതെ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തെന്നാൽ ടിങ് യഥാർത്ഥത്തിൽ ഇവരുടെ ഗ്യാങ്ങിലുള്ള കോമയിലായ കായിയുടെ അനിയത്തിയാണ്. കായ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാനാണ് ഈ ഗ്യാങ് ഇപ്പോൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്യുന്നത്. അതിനാലാണ് ടിങ്ങും ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നേരെ ഹോസ്പിറ്റലിൽ കായിൻ്റെ അടുത്തേക്ക് പോയി കായിയും ടിങ്ങും ഒരുമിച്ചുള്ള വീഡിയോ ക്ലിപ്പ് ഒക്കെ നോക്കുകയാണ്. അതിനുശേഷം കോമയിലായ കായിയെ നോക്കി, നീ ഒന്നും വിഷമിക്കേണ്ട, നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കും എന്നൊക്കെ കുശലം സംസാരിച്ച് കായിയുടെ ലഗേജ് എടുത്ത് നോക്കുമ്പോഴാണ് കായി ലിഫ്റ്റിൽ കയറാൻ പ്ലാൻ ചെയ്തതും റിച്വൽ ചെയ്യാൻ ഉപയോഗിച്ച പുസ്തകങ്ങൾ ഒക്കെ കാണുകയാണ്. അതൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ലിഫ്റ്റിലെ ലൈറ്റ് മിന്നിമറിയാൻ തുടങ്ങി. 5ാമത്തെ ഫ്ലോറിലേക്ക് പോകാൻ നമ്പർ പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ ദേ മറ്റൊരു കായി വന്ന് നമ്പർ പ്രസ് ചെയ്യുന്നു. എന്നാൽ അവിടെ അവൾക്ക് ആരെയും കണ്ടില്ല. ഇപ്പോൾ കായിൻ്റെ ഫ്രണ്ട്സ് യൂട്യൂബേഴ്സ് എല്ലാം ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അമാനുഷികത നടന്ന ഹോണ്ടഡ് യൂണിവേഴ്സിറ്റി 1960 ഒരു ആർക്കിടെക്ട് നിർമ്മിച്ചതാണ്. എന്നാൽ നിർമ്മിക്കുമ്പോൾ ആർക്കിടെക്ട് ഒരു കൂടോത്രം ചെയ്തതിനാൽ അത് ദുഷ്ടശക്തികൾക്ക് ആകർഷിക്കാൻ കാരണമായി. ആ ബിൽഡിംഗ് നിർമ്മിച്ച ഒരു ഭാര്യയും ഭർത്താവും പണി തീർന്നപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി.
ഒരു ഡാൻസർ, അതിനുശേഷം ഒരു സെക്യൂരിറ്റിയും സ്റ്റുഡൻറ്റും മേലെ നിന്നും ചാടി മരിക്കുകയും ചെയ്തു. അതേപോലെ കുറേ പേർ മരിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ ആ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൽ പ്രേതം ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇനി ആ പ്രേതത്തെ കാണണമെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ച ഗെയിംസ് നിങ്ങൾ കളിക്കണം. ഒന്നാമത്തെ ഗെയിമിൻ്റെ പേര് വൺ മാൻ ഹൈഡ് ആൻഡ് സീക്ക്, രണ്ടാമത്തേത് 4 കോർണർ ഗെയിം, മൂന്നാമത്തേത് നമുക്ക് പരിചയമുള്ള ലിഫ്റ്റ് ഗെയിം, നാലാമത്തേത് പ്രേതത്തെ ക്ഷണിക്കാനുള്ള ഗെയിം. ഇനി ഈ 4 ഗെയിമിൽ ഏതെങ്കിലും കളിക്കാൻ ആരൊക്കെ തയ്യാറാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരുത്തനും തയ്യാറായില്ല. അതിനാൽ ഈ ഗെയിം ഞാൻ കളിക്കാം എന്ന് പറഞ്ഞ് ടിങ് തീരുമാനിക്കുകയാണ്. ടിങ്ങിൻ്റെ ഉദ്ദേശം ലിഫ്റ്റിൽ കയറിയ തൻ്റെ ബ്രദർ കായ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണം. അതിനാൽ അങ്ങനെ റെഡിയായി ആ ബിൽഡിങ്ങിൽ കയറി നിൽക്കുകയാണ്. ഒന്നാമത്തെ ഗെയിം വൺ മാൻ ഹൈഡ് ആൻഡ് സീക്ക് ആണല്ലോ. അതാണ് ടിങ് കളിക്കാൻ പോകുന്നത്. പ്രേതത്തെ കണ്ടുപിടിക്കാനുള്ള ആപ്പ് വരെ യൂട്യൂബേഴ്സ് എല്ലാവരും ചേർന്ന് കണ്ടുപിടിച്ചിരുന്നു. ആ ആപ്പിൽ ഒരു കൂടോത്രം പാവക്കുട്ടിയുണ്ട്. അതിൽ കൈവെക്കാനായി നിർദ്ദേശം കൊടുക്കുകയും ടിങ് അതിൽ ടച്ച് ചെയ്യുകയും അതിനെ വാഷ് ബേസിൽ ഇട് എന്ന് പറയുമ്പോൾ അതുള്ള ഭാഗത്തേക്ക് ടച്ച് ചെയ്തപ്പോൾ അവിടെ പോയി വീഴുകയാണ്. ഇതൊക്കെ ആപ്പിലാണ് നടക്കുന്നത്. നിന്റെ പേര് 3 തവണ പറ എന്ന് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ അതിനാൽ അവൾ ടിങ് 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 എന്ന് 3 തവണ പറഞ്ഞ് നോക്കുമ്പോൾ വാഷ് സ്പേസിലുണ്ടായിരുന്ന പാവക്കുട്ടിയെ കാണാനില്ല. അന്നേരം പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്ക് എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ്. അതിനാൽ ടിങ് സ്ക്രീനിൽ തെളിയുന്ന സൈൻ നോക്കി പാവക്കുട്ടിയെ അന്വേഷിച്ച് പോവാൻ തുടങ്ങി. പെട്ടെന്ന് ബാത്റൂമിൻ്റെ അടിയിൽ നിന്നും ഒരു കൊടൂര കൈ വന്ന് പാവക്കുട്ടിയെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിനാൽ നേരെ പോയി മുന്നിലുള്ള ബാത്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയെങ്കിലും അവിടെ പാവക്കുട്ടിയും ഇല്ല, പ്രേതവുമില്ല. എന്നാൽ തിരിഞ്ഞ് നോക്കുമ്പോൾ പാവക്കുട്ടി നടന്നു പോയതുപോലെ കാൽപ്പാടുകൾ കാണുകയാണ്. അത് ഫോളോ ചെയ്ത് പോയിക്കോ എന്ന് യൂട്യൂബേഴ്സ് എല്ലാവരും പറയുകയും ടിങ് പിന്നാലെ പോവാൻ തുടങ്ങി. ചെന്നെത്തിയത് ഒരു ഡാൻസർ പെൺകുട്ടി കയ്യും കാലും ഒക്കെ ഉടഞ്ഞ് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ റൂമിലേക്കാണ് എത്തിയത്. എന്നിട്ട് പാവക്കുട്ടി എവിടെയാ ഉള്ളതെന്ന് തിരയുകയാണ്. അന്നേരം അവിടെ കുറച്ച് ഡമ്മി കാണുകയും നോക്കിയാൽ അതിൻ്റെ പുറകിലാണ് പാവക്കുട്ടി ഒളിച്ചു നിൽക്കുന്നത്. പെട്ടെന്ന് പോയി അതെടുക്ക് എന്ന് മറ്റേ വശത്തുള്ള യൂട്യൂബർ പറയുമ്പോൾ പോയി എടുക്കാൻ നോക്കുമ്പോൾ തന്നെ ഡാൻസർ പെൺകുട്ടിയുടെ പ്രേതം വന്ന് പാവക്കുട്ടിയെ എടുത്തോണ്ട് പോയി ഒളിഞ്ഞു നിന്ന പോലെ ടിങ്ങിനെ നോക്കുകയാണ്. അത് കണ്ട് ടിങ് പ്ലിങ്ങായി പേടിച്ച് നിൽക്കുമ്പോൾ ടിങ് എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്ക്, 30 സെക്കൻഡ് ആ പ്രേതത്തിൻ്റെ കൺമുന്നിൽ നിൽക്കാൻ പാടില്ല എന്ന് ഫ്രണ്ട്സ് പറഞ്ഞതും ടിങ് അവിടുന്ന് പോയി ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ അവിടേക്കും മാസ്ക് പോലെ വന്ന് പ്രേതം പേടിപ്പിക്കുകയാണ്. പേടിച്ച് അവിടുന്ന് ആ റൂം വിട്ട് പുറത്ത് കടക്കുകയും ചെയ്തു. കൃത്യം 30 സെക്കൻഡ് തീരാറായപ്പോൾ പ്രേതം ഓടി വന്നെങ്കിലും ജസ്റ്റ് മിസ്സിൽ 30 സെക്കൻഡ് കംപ്ലീറ്റ് ആവുകയും ആ ഗെയിമിൽ ടിങ് വിജയിക്കുകയും അതിനാൽ പ്രേതം അവളെ വിട്ട് പോവുകയും ചെയ്തു. അന്നേരം ശരി നീ തിരിച്ചു വാ എന്ന് ഫ്രണ്ട്സ് എല്ലാവരും പറയുകയും ടിങ് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലുള്ള ഡമ്മിയുടെ തല ഒരൽപ്പം തിരിയുകയാണ്. അതിനാൽ ഈ ഗെയിം അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. അതിനാൽ ആപ്പ് ഉപയോഗിച്ച് പ്രേതം എവിടെയാ ഉള്ളതെന്ന് തിരയുമ്പോൾ അത് അവളുടെ അടുത്ത് ബൊമ്മ പോലെ നിന്നിട്ടുണ്ട്. പെട്ടെന്ന് പ്രേതം ടിങ്ങിനെ പിടികൂടാനായി പോവുകയും പേടിച്ച് ഭയന്ന് ടിങ് അവിടുന്ന് ഓടിപ്പോയി ഡോറിൽ തട്ടി ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ആ കാഴ്ച CCTV വഴി കണ്ട ഫ്രണ്ട്സ് ടിങ്ങിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ഡോർ തുറന്ന് ടിങ്ങിനെ രക്ഷിക്കുകയും ചെയ്തു. അന്നേരം ഡോറിൽ നഖം കൊണ്ട് മാന്തിയ പോലത്തെ പാട് ടിങ് കാണുന്നു. ബഹളം കേട്ട് അവിടേക്ക് സെക്യൂരിറ്റി ഓടി വരികയാണ്. എന്നിട്ട് ആരാ നിങ്ങളെ അകത്തേക്ക് വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു വീഡിയോ ഗെയിം ടെസ്റ്റ് ചെയ്യാൻ വന്നതാ, പെർമിഷൻ ഇല്ലാതെ വരരുത്, പ്രത്യേകിച്ച് രാത്രി, എല്ലാവരും പോയിക്കേ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അവിടുന്ന് പോവുകയാണ്. ടിങ്ങിന് ആണെങ്കിൽ ഡോറിൽ കണ്ട ആ മാന്തിയ പാടിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാകും എന്ന് ചിന്തിച്ച് അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ശേഷം തിരിച്ച് വീട്ടിലെത്തി അതിൻ്റെ കാര്യം തന്നെ ചിന്തിച്ച് ഇരിക്കുകയാണ്. അന്നേരം അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. അതായത് ടിങ്ങും പിന്നെ ബ്രദർ കായും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞതിനാൽ അവളുടെ അച്ഛൻ ആളൊരു സൈക്കോ ആണ്. കായിയെ അടിയോടടി, കായിയെ അടിച്ചിട്ട് നേരെ ടിങ്ങിനെ അടിക്കാൻ പോകുമ്പോൾ കായ് അച്ഛനെ പിടിച്ച് നിർത്തിയിട്ട് ടിങ്ങിനോട് ഓട് ഓട് എന്ന് പറയുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടിങ് ഓർക്കുകയായിരുന്നു. അതിനുശേഷം കായുടെ ലഗേജിൽ നിന്നും കിട്ടിയ എലിവേറ്റർ ഗെയിമിനെ കുറിച്ചുള്ള പുസ്തകം എടുത്ത് വായിച്ച് ഗെയിമിൻ്റെ റൂൾ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുകയാണ്. കായ് ഉറപ്പായിട്ടും ഈ ഗെയിം കളിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ കോമ സ്റ്റേജിലായത്. സോ ഈ ഗെയിം ഞാൻ കളിച്ചാൽ കായ് എങ്ങനെ കോമയിലായി എന്ന് മനസ്സിലാവും, അതേപോലെ കായിയെ എങ്ങനെ കോമയിൽ നിന്നും രക്ഷിക്കണം എന്നും മനസ്സിലാകും എന്നൊക്കെ ചിന്തിച്ച് ടിങ് ആ രാത്രിയിൽ നേരെ
ശപിക്കപ്പെട്ട കെട്ടിടത്തിലേക്ക് വീണ്ടും പോവുകയാണ്. എന്നിട്ട് നേരെ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് 615243 എന്ന നമ്പർ പ്രസ് ചെയ്തപ്പോൾ കായ്ക്ക് സംഭവിച്ചതുപോലെ ടിങ്ങിന് അനുഭവപ്പെട്ടില്ല. ലിഫ്റ്റിന്റെ ലൈറ്റ് മാത്രം തനിയെ ഓൺ ആവുകയാണ്. ശരി, തിരിച്ചു പോകാം എന്ന് കരുതുമ്പോൾ ദേ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണ് മരിച്ച സ്റ്റുഡന്റിന്റെയും സെക്യൂരിറ്റിയുടെയും പ്രേതം വന്നു നിൽക്കുന്നു. അത് കണ്ട് ടിങ് ഭയന്ന് നിന്നെങ്കിലും ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ ആ രണ്ട് പ്രേതവും അവിടുന്ന് പോവുകയും ചെയ്തു. ലിഫ്റ്റ് ക്ലോസ് ആയപ്പോൾ തറയിൽ ഒരു ചുവന്ന കളർ നൂല് കാണുകയും അതെടുത്തപ്പോൾ പെട്ടെന്ന് പ്രേതം വന്ന് അവളുടെ കഴുത്തിൽ പിടിച്ച് ഭയപ്പെടുത്തുകയും ഭയന്ന് വിറച്ച് ലിഫ്റ്റ് വിട്ട് ഓടിപ്പോകുമ്പോൾ കൃത്യം അവിടേക്ക് സെക്യൂരിറ്റി എത്തുകയാണ്. ദേ നോക്ക്, അവിടെ പ്രേതം നിൽക്കുന്നു എന്ന് ടിങ് പറയുമ്പോൾ സെക്യൂരിറ്റി അവിടെ പ്രേതത്തെ ഒന്നും കണ്ടില്ല. എടേ പുറത്തു പോ, ഇവിടെ വരരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് സെക്യൂരിറ്റി പറയുമ്പോൾ പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്, എൻ്റെ ബ്രദർ കോമ സ്റ്റേജിലാണുള്ളത്. അവൻ ലിഫ്റ്റ് ഗെയിം കളിച്ചത് കൊണ്ടാണ് അങ്ങനെയായത്. എന്നാൽ ബ്രദർ ആ ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ആ ഗെയിം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബ്രദറിനെ കോമയിൽ നിന്നും രക്ഷിക്കാൻ പറ്റൂ. എന്നാൽ സെക്യൂരിറ്റി അതൊന്നും കാര്യമാക്കി എടുക്കാതെ അവളെ പുറത്തിറക്കി ഡോർ അടക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സെക്യൂരിറ്റി കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഡെലിവറി ബോയ് വന്ന് ഫുഡ് വാങ്ങിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ബിൽഡിംഗ് വിട്ട് പുറത്ത് വരാൻ പറ്റില്ല, നീ ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് സെക്യൂരിറ്റി പറയുകയാണ്. അത് കേട്ട് അത് ശരി, നീ വലിയ കളക്ടർ അല്ലല്ലോ, സെക്യൂരിറ്റി അല്ലേ, വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് ഫുഡ് താഴെ വെച്ചിട്ട് ഡെലിവറി ബോയ് പോവുകയാണ്. സെക്യൂരിറ്റിക്ക് ആണെങ്കിൽ നല്ല വിശപ്പുണ്ട്, എങ്ങനെ ഫുഡ് എടുക്കുന്നത് എന്ന് വിഷമിച്ച് നിൽക്കുകയാണ്. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നറിയില്ല. എന്തായാലും ഫുഡ് എടുക്കാം എന്ന് പ്ലാൻ ചെയ്ത് പുറകോട്ട് പോയി നേരെ മുൻപിലോട്ട് ഓടിപ്പോയി പുറത്ത് കടക്കാൻ നോക്കുമ്പോൾ തന്നെ ഒരു പ്രേതം വന്ന് ഭയപ്പെടുത്തുകയാണ്. അതിനാൽ ഫുഡ് വേണ്ട എന്ന് തീരുമാനിച്ച് സെക്യൂരിറ്റി പോവുകയാണ്. നടക്കുന്ന എല്ലാ കാര്യവും ടിങ് കാണുന്നുണ്ടായിരുന്നു. അതിനാൽ ആ ഫുഡ് എടുത്തിട്ട് നേരെ സെക്യൂരിറ്റിയെ കാണാൻ പോയി. സർ, എന്നെ ഓർമ്മയുണ്ടോ? രാത്രി വന്നത് ഞാനാണ്. അതിനിപ്പോൾ എന്ത് വേണം? സർ, ഞാൻ പറയുന്നത് ദേഷ്യപ്പെടാതെ കേൾക്ക്. എൻ്റെ ബ്രദർ ഈ ബിൽഡിങ്ങിൽ എലവേറ്റർ ഗെയിം കളിച്ചു. അവൻ കളിക്കുമ്പോൾ കയ്യിൽ ഒരു വിളക്ക് വച്ചിരുന്നു. ആ വിളക്ക് ലിഫ്റ്റിൽ തന്നെ വിട്ടിട്ടാ പോയത്. ആ വിളക്ക് എനിക്ക് വേണം, അത് എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എടേ ഞാനാകെ വിശന്നിരിക്കുക, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന് സെക്യൂരിറ്റി പറയുകയാണ്. അന്നേരം ഫുഡ് എടുത്ത് കൊടുത്തിട്ട് ദാ കഴിച്ചിട്ട് സമാധാനത്തോടെ പറഞ്ഞാൽ മതി. ഇപ്പോൾ സെക്യൂരിറ്റിക്ക് അവളോട് ഒരിത് തോന്നുകയും നേരെ പോയി കായ് ലിഫ്റ്റിൽ വിട്ടിട്ട് പോയ വിളക്ക് എടുത്ത് ടിങ്ങിന് കൊടുക്കുകയാണ്. എന്നിട്ട് എന്നെ കാണുമ്പോൾ നിനക്ക് പേടിയില്ലേ? എന്നെ എല്ലാവരും കാണുമ്പോൾ ഭയപ്പെടുന്നു, ഏതോ പ്രേതത്തെ പോലെയാണ് എല്ലാവരും എന്നെ കാണുന്നത് എന്ന് സെക്യൂരിറ്റി പറയുമ്പോൾ ഞാൻ എന്തിനു പേടിക്കണം? മറ്റുള്ളവർ ഓരോന്നും പറയും, അത് നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നേ എന്ന് ടിന്ന് പറയുകയാണ്. ഇപ്പോൾ ടിന്നിന് സെക്യൂരിറ്റിയുടെ കണ്ണിന് വേറെ ഒരു പെണ്ണിനെ പോലെ കാണുകയാണ്. അതിനാൽ അവളെ കെട്ടിപ്പിടിക്കുന്നതാണെന്ന് കരുതി ടിങ്ങിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അത് കണ്ട് ടിങ്ങിൻ്റെ ഫ്രണ്ട്സ് വന്ന് ഒരൊറ്റ അടി. ആ അടി കിട്ടിയപ്പോഴാണ് സെക്യൂരിറ്റി നോർമലാവുന്നത്. എന്നിട്ട് എന്നോട് ക്ഷമിക്കണേ, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് കരുതി കെട്ടിപ്പിടിച്ചത്, ഞാൻ കുറച്ച് മെൻ്റലി ഡിപ്രസ്ഡ് ആണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം ടിങ്ങിൻ്റെ കയ്യിലെ വിളക്ക് കണ്ട് ഇതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബ്രദറിനെ രക്ഷിക്കാൻ പോവുകയാണ്. അതെങ്ങനെ വിളക്ക് വെച്ച് നിൻ്റെ ബ്രദറിനെ രക്ഷിക്കുന്നത്? നിനക്ക് ബഗിടാണ് എന്ന് ടിങ്ങിനെ കളിയാക്കുമ്പോൾ ടിങ് എല്ലാവരോടും ചൊടിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി സെക്യൂരിറ്റി റൂമിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൂമിൻ്റെ ഡോർ തനിയെ ഓപ്പൺ ആവുകയാണ്. പോയി നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. എന്നാൽ തിരിച്ചു വരുമ്പോൾ ദേ ഒരു പ്രേതം ആക്രമിക്കാൻ വരുന്നു. പേടിച്ച് ആ ബിൽഡിംഗ് വിട്ട് ഓടാൻ തുടങ്ങി. എന്നാൽ ഇതൊക്കെ യൂട്യൂബർ ഫ്രണ്ട്സിൻ്റെ പ്ലാൻ ആയിരുന്നു. സെക്യൂരിറ്റിയെ പേടിപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ മാത്രമേ ഇവരുടെ ഗെയിം നടക്കൂ. അതിനാലാണ് അവിടേക്ക് ടിങ് എത്തി എന്തിനാ സെക്യൂരിറ്റിയെ പേടിപ്പിച്ച് ഓടിച്ചത് എന്ന് വഴക്ക് പറഞ്ഞ് നേരെ സെക്യൂരിറ്റിയുടെ പുറകെ പോകാൻ തുടങ്ങി. ഓടിപ്പോയ സെക്യൂരിറ്റിക്ക് തന്നെ ഏതോ പ്രേതം ഓടിച്ചിട്ട് ഇനി നീ 5 പേരെ കൊല്ലണം എന്നൊക്കെ പ്രേതത്തിൻ്റെ വോയിസ് കേൾക്കുകയാണ്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഓടുമ്പോൾ ഒരു സ്ഥലത്ത് വീഴുകയാണ്. അതൊരു ശപിക്കപ്പെട്ട പാലമാണ്. ഈ പാലത്തിൽ വെച്ചാണ് സെക്യൂരിറ്റിയുടെ ഗേൾ ഫ്രണ്ടിനെ പ്രേതം കൊന്നത്. ഇപ്പോൾ ആ സീൻ ഒക്കെ സെക്യൂരിറ്റിയുടെ കൺമുന്നിൽ നടക്കുന്ന പോലെ കാണുമ്പോൾ സെക്യൂരിറ്റി സ്വയം പറയുന്നു, പോടാ പോയി അവരെ രക്ഷിക്ക് എന്നൊക്കെ. അന്നേരം
ആ കൊടൂര പ്രേതം തിരിഞ്ഞു നിന്ന് ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല, നീ 5 പേരെ കൂടി കൊല്ലണം എന്ന് പറയുകയാണ്. ഇല്ല, ഞാനത് ചെയ്യില്ല, അതിനു മുൻപ് ഞാൻ തന്നെ മരിക്കാം എന്ന് പറഞ്ഞ് സ്വയം കുത്തി മരിക്കാൻ നോക്കിയെങ്കിലും പ്രേതം അവൻ ആത്മഹത്യ ചെയ്യാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയാണ്. അന്നേരം അവിടേക്ക് ടിങ് ഓടിയെത്തി നീ എന്താ ചെയ്യുന്നത്, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ, എന്നെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റുന്നില്ല, എൻ്റെ ജീവിതം തന്നെ പോയി, ഞാനിനി എന്തിന് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ എടാ നിന്റെ അവസ്ഥ തന്നെയാണ് എനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് എൻ്റെ ബ്രദറാണ്, അവനാണെങ്കിൽ ഇപ്പോൾ കോമയിലാണ്, അവനെ രക്ഷിക്കാനാണ് ഞാൻ പെടാപ്പാടുപെടുന്നത്, അതിനാൽ നീയും ധൈര്യമായി ഇരിക്ക്, വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ടിങ് സെക്യൂരിറ്റിയുടെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ ചുമരിൽ 555 എന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ കുറേ മന്ത്രങ്ങളൊക്കെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താ എന്ന് ടിങ് ചോദിക്കുമ്പോൾ ശപിക്കപ്പെട്ട ഈ ബിൽഡിങ്ങിലുള്ള ഒരു പ്രേതത്തിനും ഈ ബിൽഡിംഗ് വിട്ടു പോകാൻ പറ്റില്ല, അതേപോലെ പുറത്തുള്ള ഒരു പ്രേതത്തിനും ഈ ബിൽഡിങ്ങിലേക്ക് വരാനും പറ്റില്ല, അതിനാലാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നേരത്തെ പാലത്തിൽ കണ്ട 2 പെൺകുട്ടികളുടെ ഫോട്ടോ വെച്ച് എന്തോ പൂജ ഒക്കെ സെക്യൂരിറ്റി ചെയ്യുകയാണ്. അവരെ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധം സെക്യൂരിറ്റിക്കുണ്ട്. അതിനുശേഷം സെക്യൂരിറ്റി ടിങ് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂട്ടിയിട്ട് പോവുകയും ശേഷം ഫ്രണ്ട്സ് എല്ലാവരും സെക്യൂരിറ്റിയുടെ കഥ കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണേ, കഥയറിയാതെയാ അന്ന് നിന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. അതിനുശേഷം ടിങ്ങിൻ്റെ കയ്യിൽ ആ വിളക്കുണ്ടല്ലോ, അടുത്തതായി 4 കോർണർ എന്ന ഗെയിം കളിക്കാം എന്ന് പറയുമ്പോൾ ആ ഗെയിമിന് സെക്യൂരിറ്റിയും വരാം എന്ന് പറയുകയും അങ്ങനെ അവർ 4 പേരും ഗെയിം കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 4 പേരും ശരീരത്തിൽ ഫോൺ സെറ്റ് ചെയ്ത് വെച്ച് ആപ്പ് ഓപ്പൺ ചെയ്ത് നടക്കാൻ തുടങ്ങി. CCTV വഴി ഇവരുടെ കൂടെയുള്ള ബാക്കി 2 പേർ മറ്റൊരു സ്ഥലത്ത് ഇരുന്ന് എല്ലാം കാണുകയാണ്. ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഗെയിമിൽ 4 പേരാണുള്ളത്. ഈ 4 പേർ 4 കോർണറിൽ നിൽക്കണം. എന്നിട്ട് ഒരാളുടെ കയ്യിലുള്ള വിളക്ക് രണ്ടാമത്തെ ആളിൻ്റെ അടുത്ത് പോയി കൊടുക്കണം. ആ വ്യക്തി ആ വിളക്കുമായി 3ാമത്തെ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ 4 പേരിലും വിളക്ക് കൈമാറി ശേഷം ആദ്യത്തെ റൗണ്ട് തീരുമല്ലോ. അവിടെ ഒരു പാത്രം ഉണ്ട്, അത് നോക്കി ഒന്ന് ചുമച്ചാൽ 1ാമത്തെ റൗണ്ട് കഴിയും. ഇതേപോലെ മൊത്തത്തിൽ 4 റൗണ്ട് ചെയ്യണം. അതേപോലെ എല്ലാവരും ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ 3 റൗണ്ട് കംപ്ലീറ്റ് ആയി. 4ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ഒരു രൂപം ക്രോസ് ആയി പോവുകയാണ്. ക്യാമറയിൽ അതൊക്കെ കണ്ട് നിന്റെ പുറകിൽ കൂടി എന്തോ പോയി എന്ന് CCTV നിരീക്ഷിക്കുന്നവർ ഇൻഫോം ചെയ്തപ്പോൾ ടിങ് തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അതേപോലെ ബാക്കിയുള്ള 3 പേർ ഓരോ വഴിക്ക് മാറി നിൽക്കുകയും ആ ഗെയിം ഫെയിൽ ആവുകയും ചെയ്യുന്നു. അതേപോലെ CCTVയിൽ നോക്കുമ്പോൾ അവിടെ ആരോ വ്യത്യസ്തമായി നിൽക്കുന്ന പോലെ കാണുകയാണ്. അത് ആരാണെന്ന് സൂം ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ആ ക്യാമറ ആരോ കയ്യിലെടുത്ത് ഇവരുടെ റൂമിലേക്ക് വരാൻ തുടങ്ങി. അതിനാൽ ഓടിപ്പോയി റൂമിൻ്റെ ഡോർ അടച്ചു പിടിച്ച് ഒരു വിധത്തിൽ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ടീമിൻ്റെ ലീഡർ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ടിങ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്ത് പറ്റി, എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നോക്കിയാൽ പിന്നിലൂടെ ടിങ് വന്ന് എടാ നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കെട്ടിപ്പിടിച്ചത് പ്രേതമായിരുന്നു എന്ന്. ടിങ്ങിൻ്റെ രൂപത്തിൽ വന്ന പ്രേതം ഭയപ്പെടുത്തി വന്നിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ റൂമിന് അകത്തുള്ള ഒരുത്തന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു വീഡിയോ കോൾ വരികയാണ്. അറ്റൻഡ് ചെയ്തപ്പോൾ ഇവരെ തന്നെയാണ് വീഡിയോ കോളിൽ കാണുന്നത്. പേടിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ ദേ പുറകിലൂടെ ഒരു പ്രേതം. ഇതേ നേരം ലൈബ്രറിയിൽ ദേ ഒരു കൊടൂര പ്രേതം അത് വന്ന് ആദ്യം ലീഡറിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അന്നേരം വിളക്ക് വീണ് കിടക്കുന്നത് കണ്ട് അതെടുക്കാൻ ടിങ് പോകുമ്പോൾ അവളെയും ആ കൊടൂര രൂപം പൊക്കി എയറിൽ കയറ്റി അവളുടെ ആത്മാവിനെ പുറത്തെടുക്കാൻ നോക്കുകയാണ്. അതൊക്കെ നോക്കി നിൽക്കുന്ന സെക്യൂരിറ്റിയെയും അടിച്ച് തെറിപ്പിച്ചു വിടുകയും സെക്യൂരിറ്റി പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ അവന് പെട്ടെന്ന് സൈലൻ്റായി നിൽക്കുകയാണ്. എന്തെന്നാൽ ഇതേപോലെയാണ് സെക്യൂരിറ്റിയുടെ മുന്നിൽ 2 പെൺകുട്ടികൾ ജീവന് വേണ്ടി കരയുമ്പോൾ സെക്യൂരിറ്റിയെ രക്ഷിക്കാൻ നിൽക്കാതെ ഓടിപ്പോയത്. എന്നാൽ ഇത്തവണയെങ്കിലും ഇവളെ രക്ഷിക്കണം എന്ന് തീരുമാനിച്ച് വിളക്ക് കത്തിച്ച് ആ പിശാച്ചിൻ്റെ നേർക്ക് വലിച്ചെറിയാൻ നോക്കുമ്പോൾ ഏതോ ഒരു പ്രേതം വേണ്ട വിളക്ക് വലിച്ചെറിയല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയെങ്കിലും സെക്യൂരിറ്റി വിളക്ക് വലിച്ചെറിയുകയും തീ പിടിച്ച് ആ പിശാച്ച് കത്തി എരിഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ ആ വിളക്ക് വലിച്ചെറിഞ്ഞതിനാൽ അതിലെ ഇന്ധനം നിറക്കുന്ന ഭാഗം ഉടഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ടിങ്ങിനെ സെക്യൂരിറ്റി രക്ഷിക്കുകയും ചെയ്തെങ്കിലും ആ പിശാച്ച്
ലീഡറിനെയും ഒരു പെൺകുട്ടിയെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയിരുന്നു. അതേപോലെ റൂമിൽ ഉണ്ടായിരുന്ന 2 പേരെയും കൊണ്ടുപോയിരുന്നു. മൊത്തത്തിൽ ഇപ്പോൾ 4 പേരെ തൂക്കി. ഇതേ നേരം ഹോസ്പിറ്റലിൽ കോമയിലുള്ള ടിങ്ങിൻ്റെ ബ്രദർ കായ്ക്ക് എന്തായി എന്നറിയില്ല. അവൻ കിടന്ന് പിടച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ടിങ്ങിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതിനാൽ ഉടഞ്ഞുപോയ വിളക്ക് ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ച് നേരെ സെക്യൂരിറ്റിയെ കാണാൻ ഓടിപ്പോവുകയാണ്. അന്നേരം സെക്യൂരിറ്റി, എടി മര്യാദയ്ക്ക് നീ പോയിക്കോ, നീ കാരണം എൻ്റെ ജോലി തന്നെ പോകും, ഇനി എനിക്ക് ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല. അത് കേട്ട് ടിങ് കെഞ്ചി ചോദിക്കുകയാണ്, പ്ലീസ് എനിക്ക് വേണ്ടി ഒരു ചാൻസ് മാത്രം താ. ബ്രദർ എങ്ങനെയാ കോമയിലായത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കായ് പ്രേതത്തിൻ്റെ ലോകത്തേക്ക് എത്തിയപ്പോൾ ഈ വിളക്ക് കയ്യിൽ നിന്നും വിട്ടുപോയി. വിളക്ക് കൈവിട്ടത് കൊണ്ടാണ് പ്രേതലോകത്തുള്ള കായിയുടെ ആത്മാവ് തിരിച്ച് മനുഷ്യലോകത്തേക്ക് വരാൻ പറ്റാതെ നിൽക്കുന്നത്. കായിയുടെ ശരീരം മാത്രം മനുഷ്യലോകത്തേക്ക് കോമാ നിലയിലായി തിരിച്ചു വന്നത്. പ്രേതലോകത്തുള്ള കായിയുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും കായിയുടെ ശരീരത്തിലേക്ക് എത്തിക്കണം. അതൊക്കെ കേട്ട് സെക്യൂരിറ്റി വീണ്ടും കൂട്ടുനിൽക്കാം എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ 2 പേരും നേരെ ലിഫ്റ്റിൽ കയറി നിൽക്കുകയും അന്നേരം ഈ ബിൽഡിംഗ് കെട്ടിയവരുടെ ഫോട്ടോ നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. നേരത്തെ ലൈബ്രറിയിൽ ഒരു പ്രേതം പിശാച്ച് ആക്രമിക്കാൻ വന്നിരുന്നില്ലേ, അത് ഈ ബിൽഡിംഗ് കെട്ടിയവൻ്റെതായിരുന്നു. അവൻ്റെ പ്രേതമാണ് ഇവിടെയുള്ള മറ്റു പ്രേതങ്ങളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ വിളക്ക് കത്തിച്ച് പിടിച്ച് ലിഫ്റ്റിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ആ നമ്പർ കൃത്യമായി പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ ലിഫ്റ്റ് പതിയെ താഴേക്ക് ഇറങ്ങി ഒരു സ്ഥലത്ത് ഡോർ ഓപ്പൺ ആവുകയും പുറത്തിറങ്ങി പോകുമ്പോൾ ഒരു നൂല് കെട്ടിവെച്ചത് കാണുകയും ഇതാരാ കെട്ടിവെച്ചത് എന്ന് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് വേറെ ഒരു സെക്യൂരിറ്റി മുകളിൽ നിന്നും താഴെ വീണ് മരിച്ചു പോവുകയും ആ സെക്യൂരിറ്റി പ്രേതമായി പിടികൂടാൻ വരികയും ടിങ്ങും സെക്യൂരിറ്റിയും പേടിച്ച് അവിടുന്ന് ഓടി അടുത്തുള്ള ഒരു ബാത്റൂമിൽ കയറി ഒളിച്ചു നിൽക്കുകയാണ്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ ബാത്റൂമിൻ്റെ ഡോർ ആരോ ഓപ്പൺ ചെയ്യുകയാണ്. ആരാണെന്ന് വെച്ചാൽ അത് ടിങ് ആയിരുന്നു. ഓർമ്മയുണ്ടോ, തുടക്കത്തിൽ ടിങ് ഒറ്റയ്ക്ക് 1 man ഹൈഡ് ആൻഡ് സീക്ക് എന്ന ഗെയിം കളിച്ചിരുന്നില്ലേ? അന്നേരം ഒരു ബാത്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നില്ലേ? അതായത് പാവക്കുട്ടിയെ എടുക്കാൻ വേണ്ടി. ആ റൂമിലാണ് ഇപ്പോൾ ടിങ്ങും സെക്യൂരിറ്റിയും ഉള്ളത്. അതിനുശേഷം പാസ്റ്റിലുള്ള ടിങ് അവിടുന്ന് പോയതിനു ശേഷം ഇപ്പോഴുള്ള ടിങ്ങും സെക്യൂരിറ്റിയും നമുക്ക് കൂടുതൽ ടൈമില്ല, എൻ്റെ ബ്രദർ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവർ ഉള്ളത് പ്രേതലോകത്താണ്. നോക്കിയാൽ ആ വിളക്ക് ഉടഞ്ഞിരുന്നില്ലേ? ടാപ്പ് വെച്ച് ആണല്ലോ ഒട്ടിച്ചത്. എന്നാൽ അത് എത്ര നേരം നിൽക്കും? പതിയെ ഇന്ധനം ലീക്കാവാൻ തുടങ്ങി. എന്നാൽ അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കെ അകത്തേക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് കാണുകയാണ്. എന്നാൽ അത് കാര്യമാക്കാതെ അകത്ത് കയറി നോക്കുമ്പോഴാണ് അവിടെയാണ് കായ് പഴുക്കാൻ വെച്ചതുപോലെ കായിയുടെ ആത്മാവ് ഇരുന്നിട്ടുള്ളത്. നേരെ പോയി, എടാ കായ്, ഞാൻ വന്നു, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ടിങ് വിളിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ റൂമിൻ്റെ ഡോർ ഒരു പിശാച്ച് അടക്കുകയാണ്. അവിടേക്ക് ഒരുപാട് പ്രേതാത്മാക്കൾ വന്ന് കായിയുടെ ആത്മാവിനെ പിടിവിടാതെ പിടിച്ചു നിൽക്കുകയാണ്. ടിങ്ങിൻ്റെ കയ്യിലുള്ള വിളക്ക് പൊക്കി പിശാച്ചുക്കളുടെ നേർക്ക് നീട്ടുമ്പോൾ ഇപ്പോൾ പിശാച്ചുകൾ പേടിച്ച് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ്. സമാധാനമായി എന്ന് കരുതിയാൽ നോക്കിയാൽ ഇപ്പോൾ കായ് മെല്ലെ മെല്ലെ ഉരുകി ഭസ്മമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ടിങ്ങിനോട് പറയുന്നു, എന്നോട് ക്ഷമിച്ചേക്ക്, ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് മാഞ്ഞു പോവുകയാണ്. എന്നാൽ ടിങ്ങിന് ഒന്നും മനസ്സിലായില്ല. അന്നേരമാണ് ആ വിളക്ക് ശ്രദ്ധിക്കുന്നത്. അതിൽ ഇന്ധനമല്ല ഉറ്റി നിലത്ത് വീണ് വിളക്ക് അണഞ്ഞു പോയതിനാലാണ് കായിയുടെ ആത്മാവും പതുക്കെ മാഞ്ഞു പോയത്. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൾക്ക് ഒരു ഐഡിയ തോന്നുന്നത്. എന്തെന്നാൽ ഇപ്പോൾ ഇവരുള്ള പ്രേതലോകം ടിങ്ങിൻ്റെ കഴിഞ്ഞ കാലം നടക്കുന്ന ആ ഒരു സമയമാണ്. അതിനാലാണ് നേരത്തെ ബാത്റൂമിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ ടിങ്ങിനെ ഇപ്പോഴുള്ള ടിങ് കണ്ടത്. സോ ഇപ്പോൾ ടിങ് പറയുന്നു, ലൈബ്രറിയിൽ പിശാച്ചിനെ കണ്ടപ്പോഴാണ് വിളക്ക് എടുത്ത് എറിഞ്ഞതും വിളക്ക് ഉടഞ്ഞതും. ആ വിളക്ക് ഉടഞ്ഞതിനാലാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത്. അതിനാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ആ വിളക്ക് ഇവിടെ കായിയുടെ ആത്മാവുള്ള ഈ റൂമിൽ വെച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി നിൽക്കുകയാണ്. അന്നേരം തുടക്കത്തിൽ 1 man ഹൈഡ് ആൻഡ് സീക്ക് എന്ന ഗെയിം കളിക്കുമ്പോൾ ടിങ്ങിനെ ആ ഒരു ഡാൻസർ പെൺകുട്ടിയുടെ പ്രേതം വിരട്ടുമ്പോൾ ഡോർ തുറക്കാൻ ട്രൈ ചെയ്തിരുന്നില്ലേ? ആ ഡോറിൽ ഇപ്പോഴുള്ള ടിങ് കമ്പി വെച്ച് 3 വര വരച്ചിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ വിളക്ക് ഒരു കാരണവശാലും ഉടക്കാൻ പാടില്ല എന്ന് പാസ്റ്റിലുള്ള ടിങ്ങിന് ഓർക്കാനായിരുന്നു. എന്നാൽ അത് പാസ്റ്റിലുള്ള ടിങ് ഓർക്കാതെ അത് ആരോ മാന്തിയതാണെന്ന് കരുതി അതിൻ്റെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഇനി വിളക്ക്
ഉടയാതെ നോക്കണമെങ്കിൽ ലൈബ്രറിക്ക് പോകണമല്ലോ. അതിനാൽ ലൈബ്രറിയിൽ പോയി നോക്കുമ്പോൾ അവിടെ പാസ്റ്റിലുള്ള ടിങ്ങും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. എന്നാൽ പാസ്റ്റിലുള്ളവർക്ക് ഇപ്പോഴുള്ളവരെ കാണാൻ കഴിയില്ല. അതേപോലെ ഒരു ഘട്ടത്തിൽ ടിങ്ങിൻ്റെ പുറകിലൂടെ ഒരു രൂപം പോയതുപോലെ CCTVയിൽ കണ്ടിരുന്നില്ലേ? അത് പ്രസൻറ്റിലുള്ള ടിങ്ങും സെക്യൂരിറ്റിയും ആയിരുന്നു. സോ അതിനുശേഷം പാസ്റ്റിൽ എന്താ സംഭവിച്ചതെന്ന് തുടക്കത്തിൽ കണ്ടതല്ലേ? അതായത് പിശാച്ച് വന്ന് സെക്യൂരിറ്റിയെയും ടിങ്ങിനെയും ഒഴികെ ബാക്കി എല്ലാവരെയും ആക്രമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. അതേപോലെ ടിങ്ങിനെയും പിശാച്ച് ആക്രമിക്കുമ്പോൾ സെക്യൂരിറ്റി വിളക്ക് വലിച്ചെറിയാൻ നോക്കുമ്പോൾ വേണ്ട, എറിയണ്ട എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയുടെ കയ്യിൽ പിടിച്ച് തടയാൻ നോക്കിയത് പ്രസൻറ്റിലുള്ള ടിങ് ആയിരുന്നു, ആ വിളക്ക് ഉടയാതിരിക്കാൻ വേണ്ടി. എന്നാൽ അത് മനസ്സിലാവാതെയാണ് സെക്യൂരിറ്റി ആ വിളക്ക് വലിച്ചെറിഞ്ഞത്. ഇപ്പോൾ ഇതേ സംഭവം പാസ്റ്റിൽ നടക്കുമ്പോൾ വിളക്ക് വലിച്ചെറിയുകയും വീണ്ടും വിളക്ക് ഉടയുമോ എന്ന് നോക്കിയാൽ പ്രസൻറ്റിലുള്ള സെക്യൂരിറ്റി ചാടി ആ വിളക്ക് താഴെ വീഴുന്നതിന് മുൻപ് സെക്യൂരിറ്റി ചാടി പിടിക്കുകയും അതിനാൽ ഇപ്പോൾ വിളക്ക് ഉടഞ്ഞില്ല. എന്നാൽ വിളക്ക് ഉടയാത്തതിനാൽ ആ പിശാച്ച് നശിക്കാതെ സെക്യൂരിറ്റിയെ ആക്രമിക്കാൻ പോവുകയാണ്. ഈ പിശാച്ചിനെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ടിങ് പുറത്തേക്ക് ഓടുകയാണ്. എന്നാൽ പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ പിശാച്ച് വിടുന്ന ലക്ഷണമില്ല. ആ പിശാച്ച് മറ്റു പിശാച്ചുകളെ വിട്ട് ടിങ്ങിനെ പിടിക്കാൻ നോക്കുമ്പോൾ അന്നേരം ടിങ്ങിൻ്റെ കൈക്ക് മറ്റൊരു കൈ വന്ന് പിടിക്കുകയാണ്. അത് ആരാണെന്ന് നോക്കിയാൽ കായ് ആയിരുന്നു. ഇവൻ എങ്ങനെ ഇവിടെ എത്തി, ഇവൻ്റെ കയ്യിൽ എങ്ങനെ വിളക്ക് വന്നു എന്ന് നോക്കിയാൽ നേരത്തെ പഴയ വിളക്ക് ഒരു റൂമിൽ വച്ചിരുന്നില്ലേ? ആ റൂമിലാണല്ലോ കായുടെ ആത്മാവ് ഉണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഇവിടെ വിളക്ക് വലിച്ചെറിയുമ്പോൾ താഴെ വീണ് ഉടയാതെ നോക്കിയതിനാൽ കായിൻ്റെ റൂമിലുണ്ടായിരുന്ന വിളക്കും ഉടയാതെ നിൽക്കുകയായിരുന്നു. ഉടയാത്തതിനാൽ ഇന്ധനവും നഷ്ടപ്പെട്ടില്ല, അതേപോലെ അണയാതെ നിന്നിരുന്നു. അതിനാൽ കായുടെ ആത്മാവ് ഉണർന്ന് ഒടുവിൽ വിളക്കുമായി വന്ന് ടിങ്ങിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് 3 പേരും നേരെ ലിഫ്റ്റിലേക്ക് തിരിച്ചെത്തുകയും ലിഫ്റ്റിലെ മെയിൻ സ്വിച്ച് പ്രസ് ചെയ്ത് നമ്പർ പ്രസ് ചെയ്ത് തിരിച്ച് മനുഷ്യലോകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പിശാച്ചിൻ്റെ പണി വീണ്ടും തുടങ്ങി. ടിങ്ങിനെ കണ്ണാടിയുടെ പുറകിൽ കൊണ്ടുപോയി നിർത്തുകയും വിളക്കാണെങ്കിൽ നിലത്ത് വീഴുകയും കായും സെക്യൂരിറ്റിയും എയറിൽ തൂങ്ങി നിൽക്കുന്നു. അന്നേരം ടിങ്ങിൻ്റെ പുറകിലൂടെ പ്രേതം വന്ന് അവളുടെ വായിൽ കൈയിട്ട് കൊല്ലാൻ നോക്കുകയാണ്. കായും സെക്യൂരിറ്റിയും താഴെയുള്ള വിളക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. തീർന്ന് 3 പേരുടെയും കഥ തീർന്ന് എന്ന് ചിന്തിച്ചാൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വിളക്കുമായി കായ് അവിടെ എത്തുകയാണ്. അതായത് 2016 കായ് തുടക്കത്തിൽ ഒരു റിച്വൽ ചെയ്തിരുന്നില്ലേ? ആ ഒരു പാസ്റ്റിലുള്ള കായ് വന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കായിയെ കണ്ട് ഇതാരാ എന്നെപ്പോലെ മറ്റൊരു കായ് എന്ന് വിശ്രമിച്ച് നിൽക്കുമ്പോൾ മറ്റേ വശത്ത് പിശാച്ചുകൾ കായിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ നേരം കണ്ണാടിയിലുള്ള ടിങ്ങും പെട്ടിരിക്കുന്ന കാര്യം കാണുകയും ടിങ് നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് കായ് ചോദിക്കുമ്പോൾ അവിടേക്ക് പിശാച്ച് എത്തി പാസ്റ്റിലുള്ള കായിയെ ആക്രമിക്കാൻ തുടങ്ങി. അവനെ മുകളിലേക്ക് തൂക്കി ലിഫ്റ്റിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. അന്നേരം പ്രസൻറ്റിലുള്ള കായിയെ നോക്കി എടാ കണ്ണു തുറക്ക്, ആ വിളക്കെടുത്ത് ടിങ്ങിനെ രക്ഷിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പാസ്റ്റിലുള്ള കായിയെ പിശാച്ച് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പ്രസൻറ്റിലുള്ള കായ് ആ വിളക്കെടുത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. ടിങ്ങും കായും ചെറുപ്പമായിരുന്നപ്പോൾ അവരുടെ അച്ഛൻ 2 പേരെയും ഉപദ്രവിക്കുമായിരുന്നു. അച്ഛൻ ഒരു സൈക്കോയെ പോലെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ടിങ്ങിനെ അടിക്കുമ്പോൾ അനിയത്തിയെ രക്ഷിക്കാൻ കായ് അച്ഛനുമായി വഴക്കിടുകയായിരുന്നു. അന്നേരം അച്ഛൻ കായിയെ അടിക്കുന്നത് കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഭയന്ന് ഒരു കത്തിയെടുത്ത് അച്ഛനെ കുത്തി കൊല്ലുകയായിരുന്നു ടിങ്. എന്നാൽ ടിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി ആ കത്തി വാങ്ങിയിട്ട് നീയല്ല ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞ് കായ് ടിങ്ങിന് പകരം ജയിലിൽ പോവുകയായിരുന്നു. അനിയത്തിയോട് അത്രയും സ്നേഹമായിരുന്നു കായ്ക്ക്. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ടിങ്ങിന് നന്നായി അറിയാം. അതെ, ടിങ്ങിനെ പിശാച്ചിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ കായ് വിളക്ക് കയ്യിലെടുത്ത്
വിളക്ക് കയ്യിലെടുത്ത് എൻ്റെ അനിയത്തിയെ കൊല്ലാൻ നോക്കുന്നോ എന്ന് പറഞ്ഞ് പിശാച്ചിൻ്റെ നേർക്ക് എടുത്തു ചാടി കഴുത്തിലേക്ക് തന്നെ വിളക്ക് എറിഞ്ഞ് ഉടച്ച് ഒടുവിൽ ആ പിശാച്ചും മറ്റെല്ലാ ആത്മാക്കളും നശിച്ചു പോവുകയും ടിങ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വിളക്ക് ഉടഞ്ഞതിനാൽ എല്ലാ ആത്മാക്കളുടെ കൂടെ കായിയുടെ ആത്മാവും നശിച്ചു പോവുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ മനുഷ്യലോകത്ത് കോമയിലായിരുന്ന കായിയും ആത്മാവ് നശിച്ചതിനാൽ മരിച്ചു പോവുകയും ചെയ്തു. ടിങ്ങും സെക്യൂരിറ്റിയും ഫ്രണ്ട്സ് 4 പേരും പ്രേതലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യലോകത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ കായിയുടെ ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ഒരു കാഴ്ച കാണുകയാണ്. നോക്കിയാൽ ടിങ്ങിൻ്റെ അടുത്ത് ദേ ഒരു പിശാച്ച്. അതായത് ടിങ്ങിനെ വിട്ട് പിശാച്ച് ഇനിയും പോയിട്ടില്ല. ഇപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. അതായത് സെക്യൂരിറ്റിയുടെ കൺമുന്നിൽ വെച്ച് ആ പാലത്തിൽ വെച്ച് 2 പെൺകുട്ടികളെ പിശാച്ച് കൊന്നിരുന്നില്ലേ? അതിനുശേഷം പിശാച്ച് സെക്യൂരിറ്റിയെ വിടാതെ പിന്തുടർന്ന് ടോർച്ചർ ചെയ്തിരുന്നു. സെക്യൂരിറ്റി മരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രേതം അതിന് സമ്മതിക്കുന്നതേയില്ല. അങ്ങനെ ആ ശപിക്കപ്പെട്ട ബിൽഡിങ്ങിനെ കുറിച്ച് TV-യിൽ ന്യൂസ് വരുമ്പോൾ സെക്യൂരിറ്റിയെ പിശാച്ച് ആ ന്യൂസ് കാണിച്ച് ആ ബിൽഡിങ്ങിലേക്ക് നീ പോകണം, അവിടെ വരുന്നവരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് പ്രേതം 5 പേരെ കൊല്ലണം എന്ന് സെക്യൂരിറ്റിയോട് പ്രേതം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. ആ 5 പേര് ടിങ്ങും ഫ്രണ്ട്സും ആയിരുന്നു. അവരെയാണ് സെക്യൂരിറ്റിയോട് കൊല്ലാൻ വേണ്ടി പറഞ്ഞത്. സോ ആ പിശാച്ച് പറഞ്ഞതിനാലാണ് പിശാച്ചിൻ്റെ ഉപദ്രവം താങ്ങാനാവാതെയാണ് 2019 അവൻ ഒരു സെക്യൂരിറ്റിയായി ആ ശപിക്കപ്പെട്ട ബിൽഡിങ്ങിലേക്ക് പോയി ജോലി ചെയ്യാൻ തുടങ്ങിയത് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.